ആകാശവാണി. ഇന്നത്തെ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാറുന്ന കാലത്തെ വർക്ക് ലൈഫ് ബാലൻസ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഇഗ്നോയുടെ മുൻ റീജിയണൽ ഡയറക്ടറും ഹോം സയൻസ് വിഭാഗം റിട്ടയർഡ് പ്രൊഫസറുമായ ഡോക്ടർ വി ഗിരിജാദേവി, സൈക്കോളജിസ്റ്റായ ഡോക്ടർ അനിൽകുമാർ നായർ, നഴ്സിംഗ് ഓഫീസറായ നിഷ ഹമീദ്, IT പ്രൊഫഷണലായ ആൽഫിയ ഫൈസി. വർക്ക് ലൈഫ് ബാലൻസ് സ്ത്രീകൾ എന്ന് തൊട്ട് ജോലിക്ക് പോയി തുടങ്ങിയോ അന്ന് തൊട്ട് ഈ ഒരു വിഷയം നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് വീട്ടിനകത്തും പുറത്തും ജോലി ചെയ്യുമ്പോൾ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുകൊണ്ടുണ്ടാകുന്ന കുടുംബത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ജോലിയിൽ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, ഇതൊന്നും അല്ലാതെ അവർക്ക് അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ, ഇതൊക്കെ സമൂഹത്തിന്റെ ഒരു ആരോഗ്യത്തെ കൂടി ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ആദ്യം തന്നെ ചർച്ചയ്ക്കായി വന്നിരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ IT പ്രൊഫഷണലായ ആൽഫിയ ഫൈസിയുടെ അഭിപ്രായങ്ങൾ കേൾക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നരായ വ്യക്തികളിൽ ഒരാളായ ലോകത്തിലെ ഏറ്റവും വലിയ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന്റെ സ്ഥാപകനായ ജെഫ് ബെസോസ്, അദ്ദേഹം യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ടേം വർക്ക് ലൈഫ് ബാലൻസ് എന്നല്ല, വർക്ക് ലൈഫ് ഹാർമണി എന്നാണ്. ബാലൻസ് എന്നൊരു വാക്ക് നൽകുന്ന ഒരു സൂചനയുണ്ട്. അതിന് എവിടെയോ ശരിയായ ഒരു അളവുകോലുണ്ടെന്നുള്ളതാണ് ആ ഒരു സൂചന. നമുക്ക് ഇത്ര സമയം ജോലി, എവേ ഫ്രം വർക്ക്, അങ്ങനെ ഒരു ടൈം മെഷർ വെച്ച് നമുക്ക് ഒരിക്കലും വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടെന്ന് അവകാശപ്പെടാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ ദിവസത്തിൽ ഒരു 4-5 മണിക്കൂറേ മാത്രമേ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കത്തുള്ളൂ എന്ന് കരുതി നിങ്ങൾക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ, നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ ഹാപ്പി ആണെങ്കിൽ, നിങ്ങൾ ആ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടാവണം വർക്ക് പ്ലേസിൽ പോവുക. അപ്പോൾ വർക്ക് പ്ലേസിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. വർക്ക് പ്ലേസിൽ നിങ്ങൾ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു ട്രമെൻഡസ് എനർജി കൊണ്ടായിരിക്കും തിരിച്ച് വീട്ടിലേക്ക് വരിക. അത് കണക്റ്റഡ് ആണ്. നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ലൈഫിനൊരു മീനിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒരിക്കലും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, രണ്ടും കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ വ്യക്തിയിലും അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എത്ര പൈസ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഏത് തരം കുടുംബത്തിലെ അംഗമാണ്, നിങ്ങളുടെ ഡെഫിനിഷൻ ഓഫ് വർക്ക് എന്താണ്, ലൈഫ് എന്താണ്, ഇത്തരത്തിലുള്ള പാരാമീറ്റേഴ്സ് വെച്ച് ഓരോ വ്യക്തിക്കും എന്താണ് വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത് വ്യത്യാസപ്പെട്ടിരിക്കും. ഒരുപാട് ഷിഫ്റ്റ് ജോലികൾ ചെയ്യുന്ന സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഇനിയുള്ളത് നഴ്സിംഗ് ഓഫീസറായി ജോലി ചെയ്യുന്ന നിഷ ഹമീദാണ്. നിഷ ഹമീദിന്റെ അഭിപ്രായം ഈ കാര്യത്തിൽ എന്താണെന്ന് നോക്കാം. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് നഴ്സിംഗ് മേഖല എന്ന് പറയുന്നത്. ഈ മേഖലയെന്ന് പറയുമ്പോഴത്തേക്കും പകലിനെ രാത്രിയാക്കേണ്ടി വരും, രാത്രിയിലുള്ള ജോലികൾ പകലാക്കേണ്ടി വരും. അത് കുടുംബജീവിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ആദ്യം വേണ്ടത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ മൾട്ടി ടാസ്ക് വർക്കിംഗ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ഇവിടെ നമുക്കത് പോയിന്റ് ഔട്ട് ചെയ്ത് സ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിക്കും. കാരണം ഇപ്പം നമ്മളൊരു വ്യക്തിയായിട്ടായിരിക്കും നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. നമുക്ക് ഒരുപാട് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം, ചിലപ്പം വീട്ടിലെ എന്തെങ്കിലും കുട്ടികൾക്ക് അസുഖങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് നമുക്ക് എന്തെങ്കിലും അസ്വാരസ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമതകൾ കാണാം. പക്ഷെ ഇതെല്ലാം നമ്മൾ നേരെ ഹോസ്പിറ്റലിലെത്തി നമ്മൾ പേഷ്യൻ്റ് വാർഡിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ പേഷ്യൻറ്റിനെ നോക്കുന്ന ഒരു വ്യക്തിയായി മാറുകയാണ്. അവർക്ക് അവിടെ നമ്മുടെ മാനസികമായിട്ടോ ശാരീരികമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഒന്നുമല്ല. അവർക്ക് വേണ്ടത് നമ്മളിൽ നിന്ന് 100% ഒരു നഴ്സിംഗ് കെയർ ആണ് വേണ്ടത്. അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ നല്ല ഒരു നഴ്സിംഗ് കെയർ എങ്ങനെ ആ രോഗിക്ക് കൊടുക്കാൻ സാധിക്കും, വിത്തിൻ ടൈം ലിമിറ്റ് ഉണ്ട്, രോഗികളുടെ എണ്ണം കൂടുതലായിരിക്കും. ഇതെല്ലാം വെച്ചുകൊണ്ട് അവർക്ക് മാക്സിമം അവരുടെ ലൈഫിലോട്ട് തിരികെ എത്താൻ എന്താണോ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത് അത് നമ്മൾ കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മുടെ മാനസികാവസ്ഥ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും കുടുംബത്തിനകത്ത് അവിടെ വച്ചിട്ടായിരിക്കും മറ്റൊരു വ്യക്തിയായി നമ്മൾ മാറി അവിടെ എത്തുകയാണ്. നിഷ പറഞ്ഞ കാര്യം വെച്ച് തന്നെ ഇനി സംസാരിക്കാനുള്ളത് ഇഗ്നോയുടെ മുൻ റീജിയണൽ ഡയറക്ടറും ഹോം സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ റിട്ടയർഡ് പ്രൊഫസറുമായ ഡോക്ടർ ഗിരിജാദേവിയാണ്. എനിക്ക് പറയാനുള്ളത്, ഇത് കുറച്ച് സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് വർക്ക് ലൈഫ് ബാലൻസിനെ കൊണ്ടുവരാൻ പറ്റും. അതായത് 24 മണിക്കൂർ നമുക്കുണ്ട്, അതിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 7 മണിക്കൂർ, 8 മണിക്കൂർ, 9 മണിക്കൂർ. 7 മണിക്കൂർ നമുക്ക് ഉറക്കം ആവശ്യമുണ്ട്, 8 മണിക്കൂർ
നമുക്ക് ജോലി ചെയ്യാനുള്ള സമയം, 9 മണിക്കൂർ ബാക്കി കാര്യങ്ങൾക്ക്. ഈ 9 മണിക്കൂറിനെ തന്നെ 3 മണിക്കൂർ വീതം 3 ഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു 3 മണിക്കൂർ നമ്മുടെ ഫാമിലിയുടെ അകത്തുള്ള കാര്യങ്ങളും ഫാമിലി മെമ്പേഴ്സിൻ്റെ കാര്യങ്ങളും നോക്കാനായിട്ട് ഉപയോഗിക്കാം. മറ്റേ 3 മണിക്കൂർ നമ്മുടെ ഫ്രണ്ട്സ്, സോഷ്യൽ ആക്ടിവിറ്റീസ്, കമ്മ്യൂണിറ്റിയിലുള്ള കമ്മിറ്റ്മെൻറ്റ്സ് അതിനു വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ബാക്കിയുള്ള 3 മണിക്കൂർ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അത് നമ്മൾ പലപ്പോഴും വിട്ടുപോവുകയാണ്. വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ സ്ത്രീകൾക്ക് പറ്റുന്ന ഒരു ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ അവരുടെ ഹെൽത്തിനെ കുറിച്ച് ഒട്ടും ആലോചിക്കില്ല. പിന്നെ അതുപോലെ മൾട്ടി ടാസ്കിങ്. പണ്ട് നമ്മളെപ്പോഴും മൾട്ടി ടാസ്കിങ് ആണ് നല്ലതെന്ന് പറയും. പക്ഷേ നമ്മളെ ഇപ്പോഴത്തെ ലെവലിൽ ഒരു വീട്ടമ്മയ്ക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാം. സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് ഒരു വീട്ടിൽ പല പല കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. പക്ഷേ ഒരു പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് മൾട്ടി ടാസ്കിങ് ഒട്ടും നല്ലതല്ല. പ്രൊഫഷണലി എഫിഷ്യൻ്റ് ആൻഡ് പ്രൊഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റുള്ളൂ. വർക്ക് ലൈഫ് ബാലൻസിൽ തന്നെ പല കാര്യങ്ങളും പറയാൻ പറ്റും. ഒന്നാമത് വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനെ തന്നെ നമ്മൾ പല ആഴ്ചയിൽ 7 ദിവസമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ഓരോ ദിവസം എന്ത് ചെയ്യണം എന്നുള്ള പ്രീ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ വർക്ക് ലൈഫ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പല പല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പല ഫാക്ടറികളിലൊക്കെ ആൾക്കാർ ജോലി ചെയ്യുമ്പോഴത്തേക്കും രാവിലത്തെ സമയത്ത് നല്ലോണം ജോലി ചെയ്യാൻ പറ്റും. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്ത് അവർ ജോലി എഫിഷ്യൻസി കുറയും. പക്ഷേ അതേസമയം അവർക്ക് ഒരു മണിക്കൂർ ബ്രേക്ക് കൊടുത്ത് അവരെ റിലാക്സ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ചെയ്യുന്ന ജോലികളും ഭയങ്കര എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാ സ്ഥലങ്ങളിലും നന്നായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഓരോ കാര്യം ചെയ്യുമ്പോൾ എന്നാൽ അവർ പ്രതീക്ഷിക്കുന്ന അത്രയും എത്താതിരിക്കുമ്പോൾ മാനസികമായിട്ട് അവരുടെ ആത്മവിശ്വാസത്തെ അത് ബാധിക്കുന്നുണ്ട്. അത് അവർക്കൊരു സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിയാം സൈക്കോളജിസ്റ്റായ ഡോക്ടർ അനിൽകുമാറിൽ നിന്ന്. എൻ്റെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്കിംഗ് വിമൻ തന്നെ. എല്ലാ മേഖലയിലും അവർ ഒരു കോംപ്രമൈസിങ് എൻഡിലാണ് നിൽക്കുന്നത്. ശരിക്കും ഇവിടെ ഒരു വർക്ക് ലൈഫ് മാനേജ്മെൻ്റ് ആണോ അതോ ഹാർമണി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ലോകം ഇപ്പം ഒരു ഹാപ്പിനെസ് ആൻഡ് വെൽനെസ്സിൻ്റെ ഒരു കോൺസെപ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഹാപ്പിയസ്റ്റ് കൺട്രി, ഹാപ്പിയസ്റ്റ് ഡിസ്ട്രിക്റ്റ്, ഹാപ്പിയസ്റ്റ് ഫാമിലി എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പോവാണ്. ഇപ്പം പോസിറ്റീവ് സൈക്കോളജി ഊന്നൽ കൊടുക്കുന്നത് ഹാപ്പിനെസ് ആൻഡ് വെൽനെസ്സിന് വേണ്ടിയാണ്. അപ്പോൾ ഈ കോംപ്രമൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇറ്റ് പെയിൻഫുള്ളാണ്. അപ്പോൾ ഇവിടെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ശരിക്കും വേണ്ടത്. ഒരു സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്വമല്ല ഒരു കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ വർക്ക് ബാലൻസ് ചെയ്യേണ്ട ഒരു ആവശ്യകത വരുന്ന അവർക്കാണ്. പുരുഷന്മാർക്ക് ഈ ഒരു അവസ്ഥ വരുന്നില്ല. അവർക്ക് ഒരുപാട് റിക്രിയേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്, ടൈമുണ്ട്, സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഷെഡ്യൂൾ വെച്ച് മുമ്പോട്ട് പോകുമ്പോഴും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ ടൈമും പേഴ്സണൽ സ്പേസുമാണ്. എത്ര അമ്മമാർക്ക് അവരുടെ പേഴ്സണൽ ടൈമും സ്പേസും ഉണ്ടെന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഡിവോഴ്സ് റേറ്റ് ഹൈ ആണ്. പോസിറ്റീവായിട്ടുള്ളൊരു സോഷ്യൽ ഇൻഡിക്കേറ്ററായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം നമ്മുടെ പെൺകുട്ടികൾ എംപവേർഡായി. ഒരു തോന്നിവാസം പുരുഷൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കുടുംബക്കാരുടെ ഭാഗത്തുനിന്നോ ഉണ്ടായി കഴിയുമ്പോൾ നീ പോടാന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മുടെ പെൺകുട്ടികൾക്കുണ്ടായി. പക്ഷെ അതേ സമയത്ത് ആൺകുട്ടികളെ കുടുംബങ്ങളിൽ ഈ റെസ്പോൺസിബിലിറ്റി എടുക്കാനും വിമനെ റെസ്പെക്റ്റ് ചെയ്യാനും കുടുംബത്തിലെ മറ്റ് ആക്ടിവിറ്റീസ് ടാസ്കുകളെല്ലാം ചെയ്യാനുള്ള പ്രാപ്തി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഡിവോഴ്സ് വരുന്നത്. പണ്ട് ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, മെയിൻ ബ്രെഡ് വിന്നർ എന്ന് പറയുന്നത് മെയിലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇതിനകത്ത് വേണ്ടത് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. വീട്ടിൽ ഭക്ഷണം കഴിയുമ്പോഴത്തേക്ക് വീട്ടിലെ കുട്ടികളും ഭർത്താവും ഒക്കെ ചേർന്ന് പാത്രം കഴുകുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല. ചായ ഉണ്ടാക്കുമ്പം ഭാര്യ വീട്ടിൽ വരുന്ന താമസിച്ചാണെങ്കിൽ ഭർത്താവിന് ചായ ഉണ്ടാക്കി സൽക്കരിക്കാം. ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. കാരണം അതൊരു ജെൻഡർ റോളായിട്ട് നമ്മൾ എങ്ങനെയോ ഡിഫൈൻ ചെയ്യപ്പെട്ടതുകൊണ്ട് ഈ പറയുന്ന ബർഡൻ എല്ലാം ഇതൊരു ഇമോഷണൽ ലേബറായിട്ട് പലപ്പോഴും സ്ത്രീകൾക്ക് മാറുന്നു. ഇപ്പം നേരത്തെ നിഷ മാഡം പറഞ്ഞത് വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പം അവിടെ ഈ പ്രശ്നങ്ങളെ എക്സ്പ്രസ് ചെയ്യാതെ മൂടി വെച്ചുകൊണ്ട് ഒരു പ്ലസന്റ് ഫേസുമായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഇതൊരു ഇമോഷണൽ ലേബറാണ്. പലപ്പോഴും നമ്മുടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്പേസും ടൈമും നമുക്ക് വീടുകളിൽ വർക്കിംഗ് വിമന് കിട്ടുന്നില്ല. ഇതൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു അഫക്റ്റഡ് എന്ന് ഞാൻ പറയാൻ കാരണം ഫാമിലിയിൽ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടി ഉണ്ടായി കഴിയുമ്പം ഭർത്താവിനെക്കാട്ടിലും ക്വാളിഫൈഡ് ആയിരിക്കും, കൂടുതൽ ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അമ്മയാണ് പലപ്പോഴും ജോലി കോംപ്രമൈസ് ചെയ്ത് റിസൈൻ ചെയ്തിട്ട് ആ കുട്ടിയെ നോക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഇവിടെ ശരിക്കും സാമൂഹ്യപരമായിട്ടും ഫാമിലി ലൈഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ കുട്ടികളുടെ കരിക്കുലത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയും ജെൻഡർ ഈക്വാലിറ്റിയെ പറ്റിയും ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനകത്തൊരു ഫെമിനിസം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ റൈറ്റ്സിന് വേണ്ടി വാദിക്കുന്നതുകൊണ്ടോ നമുക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാമെന്നുള്ളതല്ലാതെ വലിയ മാറ്റം സംഭവിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എഡ്യൂക്കേഷനിലാണ്. കുഞ്ഞായിരിക്കുമ്പം തന്നെ ഒരു 10 വയസ്സ്
വയസ്സ് കഴിയുന്ന ഒരു കുട്ടിക്ക് കുടുംബത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കുറേശ്ശെ കൊടുക്കുന്ന ഒരു ശീലം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് മാറ്റം നമുക്കിവിടെ ഉണ്ടാക്കാൻ സാധിക്കും. എനിക്കിവിടെ വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന ജീവനക്കാരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമ്മൾ ഡ്യൂട്ടി എടുത്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ജോലി അവിടെ ഉണ്ട്. ആ ജോലി നമ്മൾ കഴിഞ്ഞതിന് ശേഷം ഈ 6 മണിക്കൂറോ 8 മണിക്കൂറോ ഉറങ്ങേണ്ട ഒരു വ്യക്തി 1 മണിക്കൂർ മിനിമം ഉറങ്ങാൻ സമയം കിട്ടിയാൽ ഭാഗ്യം. ആ ലെവലിൽ നമ്മൾ ജോലി ചെയ്തിട്ടാണ് അടുത്ത ഒരു ദിവസത്തേക്ക് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് അവർക്കൊരു അനുഗ്രഹമാണ്. ഒരു സമയം ഒരു ജോലി മാത്രം ചെയ്ത് കൊണ്ടുപോകാനാണെങ്കിൽ ചിലപ്പം അവിടെ ഫെയിലുവർ ആയിരിക്കും സംഭവിക്കുന്നത്. എത്ര സ്ത്രീകൾക്ക് വീട്ടിൽ പോയതിന് ശേഷം എനിക്ക് ഇഷ്ടമുള്ള ആഹാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന എത്ര സ്ത്രീകളുണ്ടാകും? നമ്മൾ ആദ്യം ചെയ്യുന്നത് എൻ്റെ ഭർത്താവിന് എന്താണ് ഇഷ്ടം, മക്കൾക്ക് എന്താണ് ഇഷ്ടം. പലപ്പോഴും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ അവർക്കിഷ്ടമുള്ളതിൻ്റെക്ക് നമ്മുടെ ഇഷ്ടം കൊണ്ടുവന്ന് എത്തിക്കുന്നവരാണ് കൂടുതലും. നമ്മൾ ആരോഗ്യത്തെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് തന്നെയാണ് ജോലി ചെയ്യുന്നതെന്നാണ്. സ്ത്രീകളുടെ ഹെൽത്താണ് എപ്പോഴും മോശമായി വരുന്നത്. അപ്പോൾ അതിന് ബേസിക്കായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സമയം ഒരു ആഹാരം കഴിക്കുന്നില്ല. പിന്നെ സ്ട്രെസ്സ്, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു സ്ട്രെസ്സ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞാൽ 3 മണിക്കൂർ അവർ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചേ പറ്റുള്ളൂ. യോഗ, മെഡിറ്റേഷൻ, അങ്ങനെ പല കാര്യങ്ങൾ, എക്സസൈസ് എന്തെങ്കിലുമൊക്കെ അവർ തന്നെ ചെയ്യണം. അത് ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് നമ്മൾ എപ്പോഴും ചെയ്യാമെന്ന് വിചാരിച്ചാലും ബാക്കിയുള്ളവരുടെ പ്രിഫറൻസ് കൊടുത്തിട്ടും നമ്മുടെ സ്വന്തം കാര്യങ്ങളങ്ങ് വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സംഭവിക്കുന്നത് ഈ സ്ത്രീകളുടെ ഹെൽത്ത് ഭയങ്കരമായിട്ട് മോശമാകുന്നു. സ്ത്രീകൾ ഇതങ്ങ് ഓണപ്പ് ചെയ്യും. ഇത് ഷെയർ ചെയ്യാൻ അവർക്ക് അറിയത്തുമില്ല, അവർ പറയത്തുമില്ല. അതാണ് ഞാൻ ഇമോഷണൽ ലേബർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ അവരത് ഓണപ്പ് ചെയ്ത് കഴിയുമ്പം ഇത് ഞാൻ ചെയ്താലേ ശരിയാകുള്ളൂ. കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് തിരിച്ച് 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രസ്സെല്ലാം മാറി നേരെ കുട്ടികളുടെ കൂടെ ഇരിക്കുകയാണ്. ഇത് ശരിക്കും ആവശ്യമില്ല. ഇത് ഭർത്താവിനും ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ ഭർത്താക്കന്മാർ ഭയങ്കര ബിരുദന്മാരാണ്. അവരെ പഠിപ്പിക്കാൻ വരുമ്പോഴത്തേക്ക് മിക്കവാറും അവിടെ വലിയൊരു അടി നടക്കും, ബഹളമാവും. അവസാനം കുഞ്ഞും കരഞ്ഞുകൊണ്ട് നേരെ അടുക്കളയിട്ട് പോകും. പിന്നെ അമ്മ അവിടെ ഇരുത്ത് പഠിപ്പിക്കേണ്ടി വരുന്നു. പലപ്പോഴും ഞാൻ കാണുന്ന കാര്യമാണ്, ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല. ഇത് ശരിക്കും നമ്മൾ ഈ ആവശ്യമില്ലാത്ത റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും സഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ബേസിക്കായിട്ട് ഒരു കുടുംബത്തിൽ ഹാപ്പിനെസ്സിനെ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരു ഈക്വൽ റെസ്പോൺസിബിലിറ്റി കുടുംബത്തോട് ഉണ്ടാവണം. അത് ഉണ്ടാവണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ലൈഫ് സ്കില്ലും എഡ്യൂക്കേഷനും, പ്രത്യേകിച്ചും ആൺകുട്ടികൾക്ക് ഇത് വളരെ അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ട കാലഘട്ടമായി കഴിഞ്ഞു. കാരണം ഇനിയല്ലെങ്കിൽ ഡിവോഴ്സ് റേറ്റിൻ്റെ എണ്ണം കൂടുന്നല്ലാതെ കുറയത്തില്ല. സ്വന്തം ശരീരത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന അസുഖങ്ങളോ അസ്വസ്ഥതകളോ ഒക്കെ അവഗണിച്ചുകൊണ്ടാണ് ഈ റെസ്പോൺസിബിലിറ്റി ഇവർ ഏറ്റെടുക്കുന്നത്. അത് വലിയ അപകടമാണ്. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യും. പല സ്ത്രീകളും ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട്. ഇതിന് കാരണം എന്ന് വെച്ചാൽ അസുഖം വന്നു കഴിഞ്ഞാലും അത് അവഗണിച്ച് ഇങ്ങനെ മൂർധന്യ അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോഴാണ്, ആശുപത്രിയിൽ ചെന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ളത്. പല സ്ത്രീകൾക്കും ഡിപ്രഷൻ ഉള്ളത് പോലും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. സാർ പറഞ്ഞ ഒരു പോയിന്റ് യഥാർത്ഥത്തിൽ കറക്റ്റ് തന്നെയാണ്. പുരുഷന്മാരെ എന്തുകൊണ്ടായിരിക്കും അത്രയും കംഫർട്ടബിൾ അല്ലാതെ കുട്ടികളെ നോക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഒരു കാലഘട്ടത്തിന്റെ ഒരു പിന്തുടർച്ച തന്നെയല്ലേ. അതായത് മുൻകാലങ്ങളിൽ എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയിരുന്നു, സ്ട്രിക്റ്റ് ആയിട്ടാണ് ഞങ്ങളെ നോക്കിയത്, അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ ആയിരിക്കണം. ആ രീതിയിൽ അവരെ നോക്കുമ്പോൾ സ്വാഭാവികമായും സമാധാനമായിട്ട് സംസാരിക്കുകയും കുട്ടികളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന അമ്മമാരുടെ അടുത്തേ കുട്ടികൾ എത്തുകയുള്ളൂ. പിന്നെ ഇവിടെ എത്ര പുരുഷന്മാരാണ് സ്ത്രീകളെ ചേർത്ത് നിനക്ക് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ മുഖം മാറിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് വിഷമിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഇത്രയും സ്ട്രെസ് ഉണ്ട് എന്നുള്ളത് നമ്മുടെ പാർട്ട്ണർക്ക് തിരിച്ചറിയാൻ പോവാത്തത് സാർ പറഞ്ഞ ആ ഡിവോഴ്സ് റേറ്റിന്റെ ഹൈക്ക് കൂട്ടുന്നതിന് കാരണമായിട്ടുണ്ട്. രണ്ട് വ്യക്തികൾ തമ്മിൽ പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് പുറത്തു നിന്നുള്ള സപ്പോർട്ട്, അത് ചിലപ്പോൾ നമ്മളെ വീട്ടിലുള്ള മാതാപിതാക്കളാകാം, നമ്മളെ സഹോദരങ്ങളാകാം, നമ്മളെ റിയൽ ഫ്രണ്ട്സ് ആകാം. ആരാണോ നമ്മളെ കേൾക്കുന്നത് ആ വ്യക്തിയോട് നമ്മുടെ വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കും. അതൊന്നും ഉണ്ടാവാതെ പോകുമ്പോഴാണ് സ്ത്രീകൾ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഈ സ്ത്രീകൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ എൻ്റെ അമ്മ എന്തൊക്കെ ജോലിയാണോ വീട്ടിൽ ചെയ്തിരുന്നത് ആ ജോലികളെല്ലാം തന്നെയും ഇനി ഒരു വർക്കിംഗ് എംപ്ലോയി ഒരു വുമൺ ആണെങ്കിൽ പോലും അവരതെല്ലാം ചെയ്തേ തീരൂ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് പുരുഷന്മാർ ഈ ഒരു കാലഘട്ടത്തിലുള്ളത്. സാറ് പറഞ്ഞതുപോലെ നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് മാത്രമേ ഇനി വരുന്ന ഒരു ജനറേഷൻ, ഒരു 15 കൊല്ലം 20 കൊല്ലമെങ്കിലും കാത്തിരുന്നാൽ മാത്രമേ അത്തരത്തിലുള്ളൊരു ജനറേഷൻ കേരളത്തിൽ ഉണ്ടായി വരുള്ളൂ എന്നുള്ളതാണ്. അല്ല, ഇതിനകത്ത് ഈ കൺവെൻഷണൽ ആയിട്ടുള്ള ജെൻഡർ റോൾസ് ഉണ്ടല്ലോ, അതിനകത്ത് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. അത് ബ്രേക്ക് ചെയ്യണം. പുറം രാജ്യങ്ങളിലൊക്കെ ഈ ജെൻഡർ ഈക്വാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് എഡ്യൂക്കേഷനും അത് ഫാമിലിയിൽ നിന്ന് തുടങ്ങുന്നതാണ്. നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത് സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. റെസ്പെക്ട് എന്ന് പറയുമ്പോൾ അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളതല്ല, അവരെ മനസ്സിലാക്കാനോ അവരോട് എമ്പത്തൈസ് ചെയ്യാൻ. ഇത് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിക്കും. നമ്മൾ എങ്ങനെ സന്തോഷകരമായിട്ട് ഹാർമോണിയസ് ആയിട്ട് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റും, കമ്പാഷനേറ്റ് ആയിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ പഠിക്കണം.
ഇത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ആണുങ്ങൾ കരയാൻ പാടില്ലെന്ന് നമ്മളെ കൊച്ചിലെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്താ കരഞ്ഞാൽ കുഴപ്പം? നമ്മൾ കണ്ട് ശീലിച്ച് വരുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും വർക്കിംഗ് ആയിട്ടുള്ള അമ്മമാരെ കണ്ടിരിക്കുന്ന സൂപ്പർ വുമൻസ് ആയിട്ടാണ്. എല്ലാം ചെയ്യുന്നു, വീട്ടുജോലി ചെയ്യുന്നു, മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നു, പഠിപ്പിക്കുന്നു, കുക്ക് ചെയ്യുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, അതേസമയം ജോലി ചെയ്യുന്നു, ജോലിയിൽ ശോഭിച്ച് നിൽക്കുന്നു. വർക്കിംഗ് വുമൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്നിച്ച് മാനേജ് ചെയ്ത് അണ്ടർ കൺട്രോളിൽ കൊണ്ടുപോകുമ്പോൾ അപ്പോഴാണ് അവരൊരു സക്സസ്ഫുൾ വർക്കിംഗ് വുമൻ എന്നുള്ള ഒരു ടേം. ഇതാണ് ഒട്ടുമിക്ക പേരുടെയും മനസ്സിലുള്ള ഐഡിയൽ കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് വിമൻ എന്ന് പറഞ്ഞത്. ആ ഒരു കോൺസെപ്റ്റാണ് തിരുത്തേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കി എണീക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള അവരുടെ A to Z കാര്യങ്ങൾ നോക്കുക, വീട്ടിലെ എല്ലാവരുടെയും ഫേവറേറ്റ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, നമ്മുടെ ജോലിയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുക, വീട്ടിലേക്ക് വരുമാനം കൊണ്ടുവരിക, ഇതെല്ലാം ഒറ്റ ഒരാൾക്ക് ചെയ്യാന്ന് പറയുന്നത് അതിനെ സൂപ്പർ പവർ എന്ന് വിളിക്കുന്ന കറക്റ്റ് തന്നെയാണ്. പക്ഷെ അത് ഭയങ്കര ഓവർ റേറ്റഡ് ആണ്. ഇതെല്ലാ റോൾസും ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യണമെന്നുള്ളത് ആ ഒരു ചിന്തയാണ് നമ്മൾ മാറ്റേണ്ടത്. നമ്മൾക്ക് ഒരിക്കലും ഇതെല്ലാം ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ സ്വന്തം സന്തോഷം, നമുക്ക് വേണ്ടിയുള്ള സമയം, ആ ഒരു ടൈം നമ്മൾ അവിടെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് ഉറപ്പായിട്ടും നമ്മളെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഹാപ്പിനെസ്സിനെ കില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നമ്മൾ അവിടെ നിന്ന് ഗ്രോ ചെയ്യില്ല. ഈ സൂപ്പർ മോം എന്നുള്ള കോൺസെപ്റ്റ് തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് എല്ലാ സ്ത്രീകളും സൂപ്പർ മോം ആവാൻ തുടങ്ങും, പുരുഷന്മാർ അവിടെ വീണ്ടും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇത് അഫക്റ്റഡ് ആവുന്നത് ഫൈനലി ഇറ്റ് ഇസ് ദ വുമൻ. അത് തന്നെ നമുക്ക് രോഗാതുരത നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ കേരളത്തിലെ ഒരു സാധാരണ കുടുംബം നോക്കിക്കഴിഞ്ഞാൽ എത്ര സ്ത്രീകൾക്കാണ് രാവിലെ എഴുന്നേറ്റ് അവരുടെ സ്വന്തം ശരീരത്തിന് വേണ്ടി ഒരു 40 മിനിറ്റ് മാറ്റിവെച്ച് നടക്കാനോ എക്സസൈസിന് വേണ്ടി കൃത്യമായ സമയം മാറ്റിവെക്കാൻ പറ്റുന്ന എത്ര ഫാമിലീസ് ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. കൂടുതലും ആരോഗ്യമേഖലയിലുള്ള നഴ്സസിനെ വിവാഹം ചെയ്തിരിക്കുന്ന ആ ഫീൽഡിലുള്ള ആൾക്കാരാണ്. പക്ഷെ അവർ കുറേയൊക്കെ അഡ്ജസ്റ്റഡ് ആണ്. ഭാര്യ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണെങ്കിൽ അവർക്ക് ഉറങ്ങാനുള്ള കുറച്ച് സമയം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് ഞങ്ങളുടെ മൊത്തം ജീവിതത്തെ ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ അത് ഒരു ഔദാര്യം പോലെയാണ് കണ്ടിരുന്നത്. ഇപ്പം സ്ത്രീകൾ അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞതുപോലെ അവർ കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആണ്. ഇത് എൻ്റെ ആവശ്യമാണ്, എൻ്റെ ആരോഗ്യമാണ്, എനിക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം എന്ന് നിർബന്ധപൂർവ്വം ശ്രമിച്ച് ഉറങ്ങാറുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെ നോക്കിയാലും കൊച്ചു കുട്ടികളാണെങ്കിൽ അവർ ഉറങ്ങുന്ന സമയം രാത്രിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഉറങ്ങാനുള്ള സമയം കിട്ടാറുള്ളൂ. സത്യത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടാവുമോ എന്നുള്ളത് നമ്മളിനി കുറച്ചുകൂടെ സമയം എടുത്ത് നമ്മൾ മാറ്റം വരും. വിയോജിപ്പുള്ള ഒരു പോയിന്റാണ് അത്. ഒരുപാട് വിദൂരത്തല്ല. കറന്റ്ലി നമ്മുടെ സൊസൈറ്റിയിൽ ആ മാറ്റമുണ്ട്. ഒരു നല്ലൊരു ശതമാനം ആൾക്കാരിൽ ആ മാറ്റമുണ്ട്. എൻ്റെ ഉൾപ്പെടെ, ഞാൻ കാണുന്ന എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരുൾപ്പെടെ നല്ലൊരു പോർഷൻ ആൾക്കാർക്ക് ഒരു മാറ്റമുണ്ട്. അപ്പോൾ ഒരിക്കലും അതൊരു വിദൂരത്തൊരു 20 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതിൽ എനിക്ക് യോജിപ്പില്ല. മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. പണ്ടൊക്കെ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു റെസ്പെക്റ്റഡ് പൊസിഷൻ, നമ്മൾ ഭയങ്കരമായിട്ട് നോക്കണം, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. ഇപ്പൊ പാർട്ട്ണർ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. എല്ലാ അർത്ഥത്തിലും പാർട്ട്ണറാണ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഷെയർഡ് ആണ്. ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ പോലും കുഞ്ഞെന്നുള്ളത് അമ്മയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, അച്ഛൻ ഈക്വൽ റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. ഭർത്താവ് ഇടയ്ക്ക് വന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ അതൊരു ഹെൽപ്പല്ല, അത് ചെയ്യാന്നുള്ളത് അദ്ദേഹത്തിന്റെ കടമയാണ്. കുഞ്ഞിനെ ഒരിക്കലും അമ്മയ്ക്ക് ഒറ്റയ്ക്ക് വളർത്തണം എന്ന് ചിന്തിക്കുന്നത് പോലും തെറ്റാണ്. ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ് എന്ന് പറയും. ഒരു ഗ്രാമം വേണം ഒരു കുഞ്ഞിനെ വളർത്താൻ. അമ്മമാർ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ ഇതിൽ ഒരു മാറ്റം വരും എന്നുള്ളതിന് ആ ഒരു സംശയമൊന്നുമില്ല. പ്ലാനിങ്ങും വേണം. മറ്റുള്ളവർക്ക് ജോലി പകർന്നു കൊടുക്കാനുള്ള ഒരു കമാൻഡിങ് പവറും കൂടെ വേണം. നമ്മൾ മറ്റുള്ളവരെ കൂടെ ചെയ്യിപ്പിക്കണം. കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ അവർക്കൊരു ചെറിയ റെസ്പോൺസിബിലിറ്റി വീട്ടിൽ കൊടുക്കണം. ഊണ് കഴിഞ്ഞിട്ട് മേശ തുടയ്ക്കുക, അല്ലെങ്കിൽ പ്ലേറ്റ് അടുക്കളയിൽ കൊണ്ടുവയ്ക്കുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യമേ റെസ്പോൺസിബിളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വളരുമ്പോൾ അവർ ചെയ്യാനുള്ള ഒരു ഇത് അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടാകും. എന്തായാലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നല്ല പണിയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ക്വാളിറ്റി ടൈം സാറ്റർഡേ സൺഡേ കുട്ടികൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് പോരാ. ഞാൻ പറയണത് എവറി ഡേ കുട്ടികൾക്ക് വേണ്ടി ഒരു ക്വാളിറ്റി ടൈം കൊടുക്കണം. അതില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നു? കുട്ടികൾ വളരെ സ്വകാര്യമായിട്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കും. ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലോട്ട് പോയി കഴിയും. ബിക്കോസ് അമ്മയും അച്ഛനും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, എന്നെ നോക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് മനസ്സിൽ മെൻ്റലി ഉണ്ടാവും. കിടക്കുന്നതിന് മുമ്പ് 1 മണിക്കൂറെങ്കിലും അവർ കുട്ടികളോട് സംസാരിക്കുക, ബാക്കി കാര്യങ്ങൾ ചോദിക്കുക, ആ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളൊരു ടോപ്പിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് തന്നെ വീട്ടുജോലികൾ ചെയ്യേണ്ടത് സ്ത്രീകളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ്. അത് ഒന്നാമത്തെ പൊളിച്ചെഴുതേണ്ട കാഴ്ചപ്പാട്. അത് പൊളിച്ചെഴുതുമ്പോൾ തന്നെ ഹാഫ് ജോബ് ഡൺ എന്നുള്ള കാര്യമാണ്.
പിന്നെ മോം ഗിൽട്ട് എന്നുള്ളൊരു ടേം ഉണ്ട്. പ്രത്യേകിച്ച് അത് ഈ വർക്കിംഗ് വിമനിലാണ് കണ്ടുവരിക. അതായത് വി ആർ നോട്ട് ഡൂയിങ് ഇനഫ് എന്നുള്ള ഒരു കണ്ടിന്യൂസ് ചിന്ത. കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത്. കുഞ്ഞിന് വേണ്ടി നമ്മൾ ഇനഫ് ചെയ്യുന്നില്ലേ എന്നുള്ള ഒരു കോൺസ്റ്റന്റ് ഒരു വറി. അതുപോലെ നമ്മൾ ജോലിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ കുഞ്ഞിൻ്റെ അടുത്ത് വരുമ്പോൾ അയ്യോ ഞാൻ ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നില്ലേ, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലേ, കുഞ്ഞിനെ നോക്കാൻ മാത്രമേ കൊള്ളൂ എന്നുള്ള ഒരു ഈ രണ്ടിൻ്റെ ഇടയിൽ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മോം ഗിൽട്ട് ഉണ്ട്. അതിന് ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ എവേ ആയിട്ടിരിക്കുമ്പോൾ പാർട്ട്ണറിന് അവൈലബിൾ ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു കൈൻഡ് ഓഫ് ടാക്ലിംഗ് മെത്തേഡാണ്. അതല്ല ഈ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്ന നമ്മൾ കുഞ്ഞിൻ്റെ അടുത്ത് ഇപ്പോൾ 8 മണിക്കൂർ കുഞ്ഞിൻ്റെ അടുത്തുണ്ടെങ്കിലും 3 മണിക്കൂർ കുഞ്ഞിൻ്റെ അടുത്തുണ്ടെങ്കിലും ആ സമയത്തിലല്ല കാര്യം. കിട്ടുന്ന ഒരു മണിക്കൂർ ഓടി കുഞ്ഞിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അന്നേരം നമ്മൾ വേറെ കാര്യങ്ങൾ ആലോചിച്ച് കുഞ്ഞിന് ഫോക്കസ് കൊടുക്കാതെ വരുമ്പോൾ നമ്മളുടെ 1 മണിക്കൂർ പ്രസൻസ് കുഞ്ഞിന് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് കുഞ്ഞിനൊരു ഉപയോഗം വരുന്നില്ല. ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കീ പോയിന്റ്. എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എല്ലാ ജോലികളും ഒക്കെ തീർക്കുന്ന ഒരു പ്രവണതയുണ്ട്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഈ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. കുഞ്ഞുള്ളപ്പോൾ കുഞ്ഞിനോട്ടുള്ള ഫോക്കസ്, കുഞ്ഞ് ഉറങ്ങുമ്പോൾ പെൻഡിങ് ജോലികൾ, അങ്ങനെ ഒരു കോൺസ്റ്റന്റ് സ്ട്രഗിൾ വരും. എൻ്റെ ഒരു ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവർക്ക് കളിപ്പാട്ടമാണ്, എല്ലാം കളിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ തുണി മടക്കി വെക്കലോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യലോ എന്താന്ന് വെച്ചാൽ കുഞ്ഞിനെ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ചോഴ്സ് എല്ലാം അവർ ഉണർന്നിരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുക ഒരു കളി രീതിയിൽ. ആ രീതിയിൽ നമ്മുടെ വർക്ക് അവിടെ ഡൺ ആവുകയും ചെയ്യുന്നുണ്ട്, നമ്മൾ കുഞ്ഞുങ്ങളെ അതിൽ എൻഗേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വീട്ടുജോലി എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഒരു കാര്യമല്ല എന്നുള്ള ഒരു തോട്ട് കുഞ്ഞുങ്ങളുടെ മൈൻഡിൽ ബിൽഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. കുഞ്ഞ് ഉറങ്ങി കിടക്കുന്ന സമയത്ത് നമുക്കപ്പോൾ കുഞ്ഞ് ഉണർന്നിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റാത്ത നമ്മുടെ വർക്കൗട്ടോ അല്ലെങ്കിൽ നമ്മുടെ മീ ടൈമിൽ നമ്മുടെ സെൽഫ് കെയറിൽ ചെയ്യുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഈ എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ ശ്രമിക്കാതെ ഡെലിഗേറ്റ് ചെയ്യുക. ഹെൽപ്പ് വേണുമ്പോൾ ഹെൽപ്പ് ആവശ്യപ്പെടുക, അതൊരു വഴിയാണ്. പിന്നെ നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുമായിട്ട് നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞിനെയും കമ്പയർ ചെയ്യാതിരിക്കുക. എല്ലാവരുടെയും വർക്ക് ലൈഫ് ബാലൻസും എല്ലാവർക്കും എന്താണ് ജീവിതത്തിൽ അച്ചീവ് ചെയ്യാനുള്ളത് അങ്ങനെയുള്ളതെല്ലാം ഡിഫറെൻ്റ് ആണ്. ഈ കുഞ്ഞാവുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും ആ തിരക്കിൻ്റെ ഇടയിൽ പലപ്പോഴും ബാക്ക് സീറ്റിൽ പോകുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ പാർട്ട്ണറായിട്ടുള്ള റിലേഷൻഷിപ്പ്. അതിനും ഒരു സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒന്നും വിട്ടുകളയാൻ പറ്റുന്ന കാര്യമല്ല. ഇതിനെല്ലാത്തിനും നമ്മളൊരു ടൈം ഷെഡ്യൂൾ ചെയ്യണം. ഒരു പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടി പോയാൽ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പുരുഷന്മാർക്ക് ഈ വർക്ക് ലൈഫ് ബാലൻസ് വേണം. നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരുപാട് പുരുഷന്മാരുണ്ട്. പക്ഷേ അതിനകത്തുള്ളൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇവർക്ക് അവരുടെ ഇമോഷൻസും അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ് വെന്റിലേറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അൺനെസസറി ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഓണപ്പ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡിനൽ ഇഷ്യൂ ആണ് ഇതിന് കാരണം. ഇതേ ആറ്റിറ്റ്യൂഡിൽ ഭർത്താവ് നിൽക്കുകയാണെങ്കിൽ ഭർത്താവിന് എങ്ങും പോകാൻ പറ്റത്തില്ല. പക്ഷെ ഭർത്താവ് അത് ഹി ഹാസ് ടേക്കൺ ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് ദാറ്റ് എൻ്റെ ആബ്സൻസിൽ എൻ്റെ ഭാര്യ വിൽ ടേക്ക് കെയർ എന്നുള്ളതൊരു ധാരണയുണ്ട്. ഇത് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു ഭാര്യയുണ്ട്. ഈ ആറ്റിറ്റ്യൂഡ് മാറണമെങ്കിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ തന്നെ ഉണ്ടായാലേ പറ്റുള്ളൂ. ഇപ്പോഴും മെയിൽ ഫീമെയിൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ഇടയിൽ ഇത് ഉണ്ടായിട്ടില്ല. അവിടെ തോട്ട് പ്രോസസ്സും ഇമോഷണൽ എക്സ്പ്രഷനും ഇമോഷണൽ റെഗുലേഷനും എല്ലാം ഡിഫറെൻറ്റാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കണേനി. ആ ലാംഗ്വേജ് അറിയാവുന്ന ആൾക്കാർ വളരെ കുറവാണ്. അത് ഫാമിലിയിലേ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. കുട്ടിക്കാലം മുതലേ അച്ഛനും അമ്മയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ള കുട്ടികൾ കാണണം, മനസ്സിലാക്കണം. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും നടക്കുന്നില്ല. നമുക്ക് എല്ലാം സ്കൂളിലെ കരിക്കുലത്തിനകത്ത് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് 90% സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഈ വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്, വീടിനെ എടുത്ത് ജോലി സ്ഥലത്തേക്കും ജോലി സ്ഥലത്തെ എടുത്ത് വീട്ടിലേക്കും കൊണ്ടുവരരുത്. അത് വളരെ പ്രധാനപ്പെട്ട കീ പോയിന്റ് പോലെ പറയുന്ന ഒരു കാര്യമാണ്. ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്ന 99% ആളുകൾക്ക് അങ്ങനെ ചെയ്താൽ മാത്രമേ ജോലി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ടോട്ടൽ നഴ്സിംഗ് കെയർ എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് മുൻകാലങ്ങളിലുള്ള എക്സ്പീരിയൻസ് വെച്ചാണ് പല കാര്യങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഈ ഒരു കാലഘട്ടത്തിൽ ആരോഗ്യമേഖലയിൽ ജോലി ചെയ്ത 100% ആളുകളും മുൻ അനുഭവങ്ങൾ ഇല്ലാത്ത ഒരു കാലഘട്ടം നമ്മൾക്ക് ഫ്രണ്ടിലൂടെ കടന്നുപോയി. നിപ്പ കടന്നുപോയി, കോവിഡ് കടന്നുപോയി. കോവിഡ് ആണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും 15-20 ദിവസത്തോളം സ്വന്തം കുടുംബത്തിലേക്ക് പോകാൻ സാധിക്കാത്ത രീതിയിൽ വലിയ സമ്മർദ്ദത്തിൽ സ്ത്രീകൾ ജോലി ചെയ്യേണ്ടി വന്നു. എനിക്കിവിടെ പറയാനുള്ള വെച്ചാൽ സ്ത്രീകൾ അവിടെ സ്വയം പര്യാപ്തരായാൽ മാത്രമേ നല്ല രീതിയിൽ അത് എഫിഷ്യൻ്റ് ആയിട്ടൊരു വർക്കും വീടും കൂടെ കൊണ്ടുപോകാനായി സാധിക്കുകയുള്ളൂ. വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർക്ക് ജോലി വീട്ടിനകത്തേക്ക് കൊണ്ടുവരികയാണ്. IT പ്രൊഫഷണൽസിന് അത് ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കൊരു
ലാപ്ടോപ്പും ഒരു ഇൻ്റർനെറ്റും മാത്രം മതി, എവിടെ ഇരുന്ന് വേണോ വർക്ക് ചെയ്യാം. അത് നമ്മുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്ങും ആണ്. എന്നാൽ നമ്മളെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഈ കമ്പനീസ് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മുടെ കമ്പനീസ് നമ്മൾ 80% വർക്ക് ചെയ്താൽ മതി, ബാക്കി 20% നിങ്ങൾക്ക് ഫാമിലിയുടെ കൂടെ എന്നൊരിക്കലും ഒരു കമ്പനിയും പറയില്ല. നമ്മൾ അതിനെ മാനേജ് ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസം. അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഹൈ പെർഫോമേഴ്സ് ആയിട്ടുള്ള ഈ വിമൻ, അവരമ്മമാരാകുമ്പോഴാണ് ഏറ്റവും പ്രശ്നം. അവർ ഹൈ പെർഫോമിംഗ് ആയിരിക്കും, അവർക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് അൺഅവൈലബിൾ ആണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അമ്മയെ കഴിയുമ്പോൾ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ വർക്കിംഗ് ടൈം ക്ലിയർ ആയിട്ട് ഞാൻ ഇത്ര മണിക്കൂറായിരിക്കും എൻ്റെ അവൈലബിലിറ്റി എന്നുള്ളത് ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യുക. ഈ ഔട്ട് ഓഫ് ഓഫീസ് ഒക്കെ നമ്മൾ ഔട്ട് ഓഫ് ഓഫീസ് ഇമെയിൽ ഇട്ടിട്ടാണ് നമ്മൾ ലീവ് എടുക്കുക. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നമ്മൾ കമ്മിറ്റഡ് ആണ്. എസ്പെഷ്യലി അച്ചീവേഴ്സ്, അവർ ജോലിയിലാണ് പ്രൊഫഷൻസിയും കൂടുതൽ നോക്കുന്നത്. ജോലി കാര്യങ്ങളിൽ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ പലതും വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ചിലപ്പം നമ്മുടെ കുടുംബത്തിനെ മറന്നു പോകുന്നു ചില സമയത്ത്. അതൊക്കെ നമുക്ക് മാറ്റം വരേണ്ടിയിരിക്കുന്നു. പെണ്ണുങ്ങളുടെ മാത്രം ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, അവർ തന്നെത്താനെ കുറേ എൻജോയ് ചെയ്യുന്ന പല മേഖലകളും ഉണ്ട്. ഇപ്പം വിനോദയാത്ര പോകുന്നവരുണ്ട്, ലേഡീസ് ഒൺലി. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ കുട്ടികൾക്ക് ക്വാളിറ്റി ടൈം. അതുപോലെ തന്നെയാണ് വീട്ടിലെ പേരൻസ് ഉണ്ടാവും. പേരൻസ് ഉണ്ടെങ്കിൽ പിന്നെ വീട്ടുകാരിയൊക്കെ നോക്കിക്കോളും എന്നുള്ള ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ്. പക്ഷേ അവരുടെ മനസ്സിലുള്ള സ്ട്രെസ്സ് മനസ്സിലാക്കണം. വീട്ടിൽ 24 മണിക്കൂർ ഇരിക്കുന്നു, മക്കളുടെ കാര്യം നോക്കണം, ചെറുമക്കളുടെ കാര്യങ്ങൾ നോക്കുന്നു. പക്ഷേ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. അതും നോക്കിയാൽ മാത്രമേ വർക്ക് ലൈഫ് ബാലൻസ് പൂർണ്ണമാകുള്ളൂ. തീർച്ചയായും മാം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്. നമുക്ക് ദ ആർട്ട് ഓഫ് സേയിങ് നോ എന്ന് പറയും. ആർട്ട് എന്ന് അതിനെ പറയുന്നത് അത് വളരെ എളുപ്പത്തിൽ ആർക്കും പറ്റില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് പോയിന്റ് കഴിഞ്ഞിട്ട് ഈ വളരെ അടുത്താണ് ഞാനും അത് അച്ചീവ് ചെയ്തത്. എവിടെ എപ്പോ നോ പറയണം എന്നുള്ളത് ആ ഒരു ആർട്ട് നിങ്ങൾ ടാക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. റെസ്പെക്ട്ഫുള്ളി നോ പറയാൻ പറ്റുക എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അൽഫിയ പറഞ്ഞത് നോ പറയാൻ പഠിക്കുക എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അസേർട്ടീവ് ആവാൻ പഠിപ്പിക്കണം. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പൊളൈറ്റായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നം തീർക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ട്രെയിനിങ്ങും കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും. അതും ഒരു എംപവർമെൻ്റ് ഭാഗമായിട്ട് തന്നെ സ്ത്രീകൾക്ക് ചെയ്യേണ്ട കാര്യമാണ്. സ്ത്രീകളെ മാത്രമല്ല, ഈ ഒരു മാറുന്ന സമൂഹത്തിലും മാറുന്ന കാഴ്ചപ്പാടിൽ വർക്കിംഗ് മെന്നിനെ നമ്മൾ കാര്യമായിട്ട് പരിഗണിക്കേണ്ടതുണ്ട്. സൊസൈറ്റീൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഞാൻ കുഞ്ഞിൻ്റെ 10 ഡയപ്പർ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും, ഹസ്ബൻഡ് ചിലപ്പോൾ ഒരു ഡയപ്പർ ചേഞ്ച് ചെയ്യുന്നത് ഒരാൾ കാണുമ്പോൾ കുഞ്ഞിൻ്റെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യുമോ എന്നുള്ള ആ ഒരു പുരുഷനോടുള്ള ഒരു അവർ മാറിക്കൊണ്ടിരിക്കാൻ അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചൊരു സപ്പോർട്ട് നമ്മൾ ഈ സൊസൈറ്റിയിലെ മെന്നിന് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോഴത്തെ വർക്കിംഗ് മെൻ ഈക്വലി വീട്ടിൽ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അവർ അതുകൊണ്ട് ഇപ്പം എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ജോലി, കുടുംബം, മീ ടൈം എല്ലാം കൂടി ഒന്നിച്ച് കിട്ടാതെ പോകുമ്പോൾ ജോലി ഉപേക്ഷിക്കുന്ന സ്ത്രീകൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. ഈ ഒരു ചർച്ചയിൽ നിന്ന് കിട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകൾക്ക് മാത്രമല്ല വർക്ക് ലൈഫ് ബാലൻസ് വേണ്ടത്, പുരുഷന്മാർക്കും അത് ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് പരസ്പരം സപ്പോർട്ട് ചെയ്തും സഹകരിച്ചും നമുക്ക് ഈ ഒരു പുതിയ വർഷത്തെ വരവേൽക്കാം. ഈ ചർച്ച ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ഇഗ്നോ മുൻ റീജിയണൽ ഡയറക്ടറും ഹോം സയൻസ് വിഭാഗം റിട്ടയർഡ് പ്രൊഫസറുമായ ഡോക്ടർ വി ഗിരിജാദേവി, സൈക്കോളജിസ്റ്റ് ഡോക്ടർ അനിൽകുമാർ നായർ, നഴ്സിംഗ് ഓഫീസറായ നിഷ ഹമീദ്, IT പ്രൊഫഷണലായ ആൽഫിയ ഫൈസി, എല്ലാവർക്കും നന്ദി.